ശബരിമലയിൽ 3 പ്രസിഡന്റുമാരും 2 മന്ത്രിമാരും കള്ളത്തരത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന കണ്ടെത്തൽ SIT നടത്തിക്കഴിഞ്ഞു. എന്നാൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരെ മാത്രം അകത്താക്കി മന്ത്രിമാർക്ക് സംരക്ഷണം ഒരുക്കുകയാണോ SIT സംഘം എന്നുള്ള ഒരു സംശയം കൂടി ഇപ്പോൾ ജനിക്കുകയാണ്. അതായത് ശബരിമലയിൽ 2019 നടന്നതിന് സമാനമായ സ്വർണ്ണക്കൊള്ളയാണ് PS പ്രശാന്ത് അധ്യക്ഷനായ ബോർഡ് 2025 നടത്തിയത് എന്ന് കണ്ടെത്തി ഉറപ്പിച്ചിരിക്കുകയാണ് SIT. നമുക്കറിയാം, A പത്മകുമാറും N വാസുവും പ്രസിഡന്റായിരിക്കുമ്പോൾ മന്ത്രിയായിരുന്ന കടകംപള്ളിയുടെ ആശീർവാദത്തോടെ 2019 അതിനുശേഷം VN വാസവൻ മന്ത്രിയായിരിക്കുമ്പോൾ 2025 വളരെ കൃത്യമായി 2 തവണ ശബരിമലയിൽ നിന്ന് സ്വർണ്ണക്കവർച്ച നടന്നു എന്ന് വ്യക്തമാക്കുന്നതാണ് SIT കഴിഞ്ഞ ദിവസം കോടതിയിൽ സമർപ്പിച്ച റിമാൻഡ് റിപ്പോർട്ട് എന്ന് പറയുന്നത്. 2019 ദ്വാരപാലക ശില്പങ്ങളിൽ നിന്നും കട്ടിളപ്പടികളിൽ നിന്നുമാണ് സ്വർണം അപഹരിക്കപ്പെട്ടത് എങ്കിൽ 2025 ദ്വാരപാലക ശില്പത്തിൻ്റെ താങ്ങുപീഠകളിൽ നിന്നാണ് സ്വർണം മോഷ്ടിച്ചത് എന്നാണ് പ്രത്യേക സംഘം വ്യക്തമായി കണ്ടെത്തിയിരിക്കുന്നത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഭാരവാഹികളായിരുന്ന മുൻ പ്രസിഡന്റും 17ാം പ്രതിയുമായ PS പ്രശാന്ത്, ദേവസ്വം ബോർഡിൻ്റെ മുൻ അംഗം 18ാം പ്രതി A അജികുമാർ എന്നിവർ മറ്റു പ്രതികൾ ചെയ്ത കുറ്റകൃത്യം മറച്ചു വെക്കുന്നതിന് സഹായകരമായി ഉത്തരവിറക്കിയെന്ന ഗുരുതര ആരോപണമാണ് SIT കണ്ടെത്തി ഉന്നയിക്കുന്നത്. അതായത് 2019 കടകംപള്ളിയുടെ കാലത്ത് ചെയ്ത വലിയ മോഷണം മൂടിവെക്കാനാണ് പ്രശാന്തിനെ സർക്കാർ നിയമിച്ചത് എന്ന് തന്നെ പറയേണ്ടി വരും. അല്ലെങ്കിൽ 100 കണക്കിന് തഴക്കവും പഴക്കവുമുള്ള യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാർ മലബാറിലും തിരുവിതാംകൂറിലും കൊച്ചിയിലുമൊക്കെ ഉണ്ടായിട്ടും അവരെയൊന്നും നിയമിക്കാതെ ദിവസങ്ങൾക്ക് മുൻപ് കോൺഗ്രസിൽ നിന്നും വന്ന ഒരു പ്രശാന്തിനെ ദേവസ്വം ബോർഡ് അധ്യക്ഷനാക്കിയത് കൊള്ള നടത്താനും നടത്തിയവരെ സംരക്ഷിക്കാനുമാണ്. അതറിയാൻ SIT ഒന്നും രൂപീകരിക്കേണ്ട ആവശ്യമേ ഇല്ല. എന്നാൽ ശബരിമല കൊള്ളക്കാരെ പിടിക്കാൻ ഈ SITക്ക് മാത്രമേ അധികാരമുള്ളൂ എന്നിരിക്കെ ആ പ്രശാന്തിനെ കസേരയിലേക്ക് നിയമിച്ച വലിയ കള്ളന്മാരെയും പിടിക്കേണ്ടതാണ്. അത് പിണറായി വിജയൻ എന്ന് ഉള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യം. അത് അന്വേഷിച്ച് കണ്ടെത്താൻ SIT ഭയക്കുന്നു എന്നുള്ളതാണ് സത്യം. ശബരിമല ക്ഷേത്ര വസ്തുക്കളിൽ അറ്റകുറ്റപ്പണി നടത്തുന്നതിന് മുൻപ് ഹൈക്കോടതിയുടെ അനുമതി തേടിയില്ലെന്നും ദ്വാരപാലക ശില്പങ്ങളുടെ സ്വർണ്ണപ്പാളികൾ ഇളക്കിയെടുക്കുന്നതിന് മുൻപ് നിയമനാനുസരണം ചെയ്യേണ്ട കരാർ വെച്ചിട്ടുണ്ടോ എന്ന് പരിശോധിച്ചിട്ടില്ല എന്നും SITയുടെ റിമാൻഡ് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. 2019 മറ്റു പ്രതികൾ ചെയ്ത കുറ്റകൃത്യങ്ങൾ മറച്ചുവെക്കുന്നതിനാണ് അറ്റകുറ്റപ്പണി ചെയ്യിക്കാൻ PS പ്രശാന്തും അജികുമാറും ഉൾപ്പെടുന്ന ബോർഡ് തീരുമാനമെടുത്തതെന്നും റിമാൻഡ് റിപ്പോർട്ടിലുണ്ട്. ദ്വാരപാലക താങ്ങു പീഠപാളികളിൽ നിന്നും വീണ്ടും സ്വർണം അപഹരിച്ചെടുക്കുന്നതിന് ഒത്താശ ചെയ്യുക വഴി കേസിലെ 1ാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിക്കും 12ാം പ്രതി പങ്കജ് ഭണ്ഡാരിക്കും അനർഹമായ ലാഭമുണ്ടാക്കി നൽകിയെന്ന് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. പാളികൾ സ്മാർട്ട് ക്രിയേഷൻസിൽ വെച്ച ശേഷം ബല്ലാരിയിൽ നിന്ന് 1ാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പേരിൽ വാങ്ങിയ മുദ്രപത്രത്തിൽ 2025 സെപ്റ്റംബർ 8 എന്ന തീയതി വെച്ചുണ്ടാക്കിയ കരാർ അത് വ്യാജമാണെന്നും വ്യക്തമായിരിക്കുന്നു. അപ്പോൾ പത്മകുമാറും വാസുവും ദേവസ്വം ബോർഡ് അധ്യക്ഷന്റെ കസേരയിൽ ഇരുന്നു കൊണ്ട് ചെയ്തതിനേക്കാളും വലിയ കൊള്ളയാണ് പ്രശാന്ത് നടത്തിയിരിക്കുന്നത്. ഒരു ഈശ്വരവിശ്വാസിയായ കോൺഗ്രസ് നേതാവ് പിണറായി വിജയന്റെ അനുഗ്രഹത്തോടെ CPMൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റായപ്പോൾ ഇത്രയും വലിയൊരു അമ്പല കൊള്ളക്കാരനായി മാറിയിട്ടുണ്ടെങ്കിൽ അത് പിണറായിയുടെ പിൻബലം തന്നെയാണ് അതിന് പിന്നിൽ. അതിൽ മന്ത്രിയായിരുന്ന വാസവനും എല്ലാം അറിയാം. അത് കണ്ടെത്താൻ SIT മടിക്കുന്നത് എന്തിനാണെന്ന് മനസ്സിലാകുന്നില്ല. അതിനൊരു ജനകീയ സമരം കേരളത്തിൽ അത്യാവശ്യമാണ് എന്ന് തോന്നുന്നു. യൂത്ത് കോൺഗ്രസുകാർക്ക് സമയമില്ല. DYFIയും യുവമോർച്ചയും കള്ളന്മാർക്കൊപ്പമാണ് നിൽക്കുന്നത് എന്നിരിക്കെ വിശ്വാസികൾ തന്നെ രംഗത്തിറങ്ങേണ്ടി വരും. ദേവസ്വം പ്രസിഡന്റുമാർ ഇങ്ങനെ മോഷ്ടിച്ചത് മന്ത്രിമാർക്ക് വേണ്ടിയാണെന്ന് പണ്ടേ പറഞ്ഞു കേട്ടിരുന്നു. ഇപ്പോൾ പ്രശാന്തിൻ്റെ പങ്ക് കൂടുതൽ വ്യക്തമാകുമ്പോൾ അത് മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയനിലേക്കും വിരൽ ചൂണ്ടുകയാണ്.